മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏതൊരു വിഷയത്തിന്റെ മുന്നിൽ വെച്ചാലും അതാണ് ഏറ്റവും ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും വലിയ ഇസ്ലാം ദീൻ പ്രബോധനം ചെയ്യാൻ ആകെ ആവശ്യമായി വന്നത് 23 വർഷമാണ്. ഏതൊരു മനുഷ്യനെ എന്തൊരു ഡ്യൂട്ടി ഏൽപ്പിച്ചാലും സമയം കഴിയുന്നതിന് മുമ്പ് ഡ്യൂട്ടി കഴിയില്ല. സമയം കിട്ടിയില്ല അറിയും. സമയം കഴിയുന്നതിന് മുമ്പ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വിശ്രമിച്ച് രാത്രി പുറത്തിറങ്ങിയിട്ട് നക്ഷത്രത്തെ നോക്കിയിട്ട് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ എന്നിങ്ങനെ നബി തങ്ങൾ പറയുമായിരുന്നു എന്നാണ്. അപ്പോൾ സമയം കഴിയുന്നതിന് മുമ്പ് ഡ്യൂട്ടി കഴിഞ്ഞ് വിശ്രമിച്ച ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് നബിതങ്ങളെ മുമ്പിൽ വെക്കണം. അപ്പോൾ വിവാഹത്തിന്റെ നിയ്യത്ത് നബിതങ്ങളായിരിക്കണം. അപ്പൊ എന്തിനാ ഞമ്മക്കൊരു ആൺകുട്ടി? നാളെ ഒരു സ്ഥലത്തൊരു പരിപാടിക്ക് വന്നപ്പോൾ ഉസ്താദ് ഒരു ആൺകുട്ടി ഉണ്ടാകാൻ വേണ്ടി ദ്വാരക്ക് കൊണ്ടുപോകാറ്. എന്തിനാ ഒരു ആൺകുട്ടി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കറക്റ്റ് ആയിരിക്കണം. എന്തിനാ? മുതലിനെ അനന്തരെടുക്കാനല്ല, അതിൻ്റെ ആവശ്യമില്ല. വയസ്സാവുമ്പോൾ നോക്കാനല്ല, അതിൻ്റെ ആവശ്യമില്ല. പിന്നെന്തിനാ ആൺകുട്ടി? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ വർധനവിന് വേണ്ടി എനിക്കൊരാൺകുട്ടി. അതാണ് ആൺകുട്ടി. നിയത്ത് കറക്റ്റാണോ? നൽകുന്നവന്റെയും വാങ്ങുന്നവന്റെയും ലക്ഷ്യം ഒന്നാണെങ്കിൽ തന്നിരിക്കും. ഉറപ്പല്ല തരുന്നുള്ളേ. ഒരാൾ പള്ളിപ്പണി എവിടെയുണ്ടെങ്കിൽ കൊടുക്കായിരുന്നു എന്ന് എഴുതിങ്ങാണ്ട് ഒരു 10,000 റുപ്യ ഇങ്ങനെ കയ്യിൽ പിടിച്ച് നടക്കുകയാണ്. അയാളോട് വിശ്വസ്തനായ ഒരാൾ ചെന്നിട്ട് പള്ളിപ്പണിക്ക് എന്തെങ്കിലും തരുമെന്ന് ചോദിച്ചാൽ അപ്പെടുത്തു കൊടുക്കൂലേ? നൽകുന്നവന്റെ ഉദ്ദേശവും വാങ്ങുന്നവന്റെ ഉദ്ദേശവും ഒന്നായാൽ ഉടനെ ലഭിച്ചിരിക്കും. അതുകൊണ്ട് ഒന്ന് നിയ്യത്ത് കറക്റ്റ് ചെയ്യണം. രണ്ടാമത്തെ ഒരു കാര്യം, മക്കളിൽ ബറക്കത്തുണ്ടാവാൻ രണ്ടാമത്തെ കാര്യം നല്ല ഒരു പേരിടണം എന്നതാണ്. പേര് ബറക്കത്തിന്റെ അടയാളാണ്. പേര് ബറക്കത്തിന്റെ വലിയ അടയാളാണ്. വലിയൊരു ഹോട്ടൽ ഉണ്ടാക്കിയിട്ട് നാളെ ഒരാൾ തട്ടുകട എന്ന് പേരിട്ടു. കൂരുത്തകട് എന്നല്ല, എന്താപ്പതിന് പറയാ. അവനെ കൊണ്ട് കഴിയും പോലെ ഒരു തട്ടുകട ഉണ്ടാക്കിയാണ്ട് വലിയ പേരിട്ടിക്കണമെങ്കിൽ തിരക്കേണ്ടായിരുന്നില്ല. പേരൊരിക്കലും ചെറുതാക്കി ഇടാൻ പറ്റൂല. അതന്നെ. നാളിപ്പോൾ ഒരാൾ എന്നോട് ഒരു ആൺകുട്ടി ഉണ്ടാകാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തൊരു പണി എന്താ വെച്ചാൽ, എനിക്കൊരു ആൺകുട്ടി ഉണ്ടായാൽ മുഹമ്മദ് എന്ന് പേരിടും എന്ന് നീർച്ചയാക്കാൻ പറഞ്ഞു. അതിന്റെ കൂടെ വിളിക്കാൻ എന്തെങ്കിലും കൂട്ടിയിടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒറിജിനൽ മുഹമ്മദ് എന്നായാൽ മതി എന്നിടാൻ പറഞ്ഞു. നല്ല കാര്യമാണത്. നൽകുന്നവന്റെ ഉദ്ദേശവും വാങ്ങുന്നവന്റെ ഉദ്ദേശവും ഒന്നാവും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്തെങ്കിലും ഒരു വിഷയത്തിന് മുമ്പ് വെച്ചാൽ നടക്കും, ഉറപ്പാണ്. ലോകത്ത് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് നബി തങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് മാത്രമേ നടന്നിട്ടുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മക്കളിൽ ബർക്കത്തുണ്ടാവാൻ ഒന്നാമത്തത് ലക്ഷ്യം കറക്റ്റ് ആയിരിക്കണം. രണ്ടാമത്തേത് നല്ല പേരിടണം. പേരിനനുസരിച്ചാണ് ബർക്കത്തുണ്ടാവുക. ഇപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരായിക്കോട്ടെ ഇന്റെ കുട്ടിക്ക് എന്ന് എഴുതിങ്ങാണ്ട് ഒരാൾ അബൂബക്കർ എന്ന് പേരിട്ടു എന്ന് വിചാരിക്കുക. ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി എങ്കിലും ആവും. നിങ്ങൾ എന്തിനാ ചിരിച്ചതെന്ന് എനിക്കറിയാം. ചിരിച്ചതെന്നൊക്കെ എനിക്കറിയാം. ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി ആവും. ജനറൽ സെക്രട്ടറി ആയില്ല എന്ന് വിചാരിക്കുക, പ്രസിഡന്റും ആയില്ല. ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ്. ഓർമ്മത്താലോ, പേര് വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. മുമ്പൊക്കെ നമ്മളിങ്ങനെ ഒരു നാട് പരിശോധിച്ചാൽ ഒരു 10 പേരാണ്ട് തിരഞ്ഞാൽ ഒരാളെ പേര് മുഹിയുദ്ദീൻ ഉണ്ടാവും, അല്ലെങ്കിൽ മൊയ്തുണ്ടാവും, കുഞ്ഞീദീൻ ഉണ്ടാവും, മീദീൻ കുട്ടി ഉണ്ടാവും. ഒക്കെ അസലൊന്നാണ്. അത് നമ്മളെ പഴയ ആൾക്കാർ കുറച്ചൊരു മലയാളം കൂട്ടിയിട്ടിട്ടപ്പോൾ അങ്ങനെ ആയതാണ്. അതിന് കുഴപ്പമൊന്നുമില്ല. സംഗതി അസല് മുഹിയുദ്ദീനാണ്. ഒരു 10 പേരാ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പേര്. പേരുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതിനിപ്പോ കുട്ടികൾക്ക് പേരിനോടത്ത് മാത്രമല്ല, സൂപ്പർ മാർക്കറ്റിന് പേരിടുമ്പോഴും പ്രധാനം തന്നെയാണ് പേര്. ഹോട്ടലിന് പേരിടുമ്പോഴും പ്രധാനമാണ്. കമ്പനിക്ക് പേരിടുമ്പോഴും പ്രധാനമാണ്. ഒരു മനുഷ്യനെ കണ്ടാൽ ആദ്യം ചോദിക്കും എന്താ എൻ്റെ പേര് എന്നാണ്. പേരപ്പം ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരുണ്ടായിരിക്കണം. ഉദ്ദേശം സിറാത്ത് വാലം കിടക്കുമ്പോൾ കയ്യമ്മ പിടിക്കണം എന്നാണ്. പേരതിനനുസരിച്ചല്ലെങ്കിൽ സംഗതി നടക്കൂല. ഉദ്ദേശം ഹാഫിളാക്കണം എന്നാണ്. പേരതിനനുസരിച്ചില്ലെങ്കിൽ സംഗതി നടക്കൂല. ഹാഫിളാക്കണമെങ്കിൽ അതിനനുസരിച്ച പേര്, ആലിമാക്കണമെങ്കിൽ അതിനനുസരിച്ച പേര്. പേര് വളരെ പ്രധാനമാണ്. അപ്പോൾ ഒന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിൽ വിചാരിക്കണം. 2 നല്ല പേരിടണം. മൂന്നാമത്തേത് ഹലാലും തൊയ്യുമായ ഭക്ഷണം കഴിക്കാൻ കൊടുക്കണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഹൈറും ഷറും തീരുമാനിക്കുന്നതിൽ അവൻ കഴിക്കുന്ന ഭക്ഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഹലാലും തൊയ്യുമായ ഭക്ഷണം കൊടുക്കണം. ഹലാല് മാത്രം പോരാ, തൊയ്യുബായിരിക്കണം. എല്ലാ ഹലാലുകളും തൊയ്യുബല്ല, എല്ലാ തൊയ്യുബുകളും ഹലാലാണ്. അതുകൊണ്ട് ഭക്ഷണം ഹലാലായാൽ പോരാ, ഭക്ഷണം തൊയ്യുബായിരിക്കണം. എന്താ തൊയ്യുബ് പറഞ്ഞാൽ? തൊയ്യിബ് എന്ന് പറഞ്ഞാൽ നൽകുന്നവൻ സന്തോഷത്തോടുകൂടെ നൽകുന്നതിനാണ് തൊയ്യിബ് എന്ന് പറയുന്നത്. ഹലാലിന് വേറെയും വഴിയുണ്ട്. ഹലാല് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പലതും ഉണ്ട്. ഇപ്പോ ജീവൻ നിലനിർത്താൻ വേണ്ടി പന്നിമാംസം കഴിക്കൽ ഹലാലാവും, തൊയ്യിബാവൂല. അപ്പൊ ഹലാല് വേറെയാണ്, തൊയ്യിബ് വേറെയാണ്. തൊയ്യിബ് നൽകുന്നവൻ മനസ്സറിഞ്ഞ് സന്തോഷത്തോടുകൂടെ നൽകുന്നത്. അതാണ് സഹയ്യിന്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ടാകുമെന്ന് പറയാൻ കാരണം. ധർമ്മിഷ്ഠന്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ടാകുമെന്നാണ്. ചില നാട്ടിൽ നമ്മൾ എന്തെങ്കിലും പരിപാടിക്കൊക്കെ ചെന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ ചെന്നാൽ ആൾക്കാർ പറയും, ഇവിടെ എന്ത് പരിപാടി ഉണ്ടായാലും ഉസ്താദേ ഭക്ഷണം മൂപ്പര കൊടുക്കാൻ, നല്ലോണം പള്ളറച്ചും പിന്നെ കുറച്ചും തിന്നിട്ട് വേണമെങ്കിൽ പെരേക്കും കൊണ്ടാവാം. എന്തേ? ധർമ്മിഷ്ഠന്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ടായിരിക്കും. അതേസമയത്ത് പിശുക്കന്റെ ഭക്ഷണത്തിൽ രോഗമുണ്ടാവും. അത് ഹോട്ടലിൽ നിന്നാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. കായൊടുത്ത് നിന്നാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ചില ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ നല്ല ഭക്ഷണം നമ്മൾ പറയും. ചിലർന്ന് ഭക്ഷണം കഴിച്ചാലോ എന്തോ ഒരു കുരുത്തക്കെട്ടുള്ള മാതിരി തോന്നുന്നുണ്ട്. കായൊക്കെ ചിലവായിട്ടുണ്ടാവും. അങ്ങനെയാണ്. ഹോട്ടലിലും ഉണ്ടാവും, അത് എല്ലായിടത്തും, ബേക്കറിയിലും ഉണ്ടാവും, വെള്ള കച്ചവടം ചെയ്യുന്നിടത്തും ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. അതുകൊണ്ട് ഭക്ഷണം ഹലാലായാൽ പോരാ, ഭക്ഷണം തൊയ്യിബായിരിക്കണം. നമ്മൾ കഴിക്കുന്നതും നമ്മളൊക്കെ കൊടുക്കുന്നതും മക്കളിൽ ബറക്കത്തുണ്ടാണെങ്കിൽ. 4ാമത്തെ കാര്യം, മക്കളിൽ ബറക്കത്തുണ്ടാവാൻ 4ാമത്തെ കാര്യം ദീനിയും ദുന്യവിയുമായ ഇൽമു പഠിപ്പിക്കണം. ജീവിക്കാൻ ആവശ്യമായതും ഒപ്പം മുസ്ലിമാകാൻ ആവശ്യമായതും. അല്ലെങ്കിലും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമായ വിവരമാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലെ വിദ്യാഭ്യാസം. 1 മുസ്ലിം ആവണം, 2 ജീവിക്കാൻ പറ്റണം. മുസ്ലിമായി ജീവിക്കാൻ പറ്റുന്ന അറിവുകൾ. ജീവിക്കാൻ പറ്റുന്നുണ്ട്, മുസ്ലിം ആവാൻ പറ്റണില്ലെങ്കിൽ പറ്റൂല. മുസ്ലിം ആവാൻ പറ്റുന്നുണ്ട്, ജീവിക്കാൻ പറ്റണില്ല, രണ്ടും പ്രശ്നമാണ്. മുസ്ലിം ആവാനും പറ്റണം, ജീവിക്കാനും പറ്റണം. അതാണ് സംഗതി. അപ്പൊ മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമായ ദീനിയും ദുന്യവിയുമായ ഇൽമു പഠിപ്പിക്കണം എന്നതാണ്. അപ്പൊ മക്കളിലെ ബറക്കത്തായി ഞാൻ പറഞ്ഞു. കുടുംബജീവിതത്തിൽ ഇതേമാതിരി തന്നെയാണ്. കുടുംബജീവിതം ബറക്കത്തുള്ള കുടുംബജീവിതം ഉണ്ടാവും, ബറക്കത്തില്ലാത്തതുണ്ട്. ബറക്കത്തുള്ള കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം മുഹ്യിദ്ദീൻ ശൈഖാണ് റളിയല്ലാഹു അൻഹു. ബറക്കത്തുള്ള കുടുംബജീവിതത്തിന്റെ വലിയ ഉദാഹരണമാണ് ഗൗസുൽ ആദം സുൽത്താൻ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പാനെ പറ്റിയൊരു ചരിത്രമുണ്ട്, അബൂ സ്വാലിഹ്. അത് അബൂ ഹനീഫ ഇമാമിന്റെ വാപ്പയാണെന്നൊരു അഭിപ്രായമുണ്ട്. പഴയകാലത്ത് ഉസ്താദന്മാരൊക്കെ വാഴ്ന്നറിയുമ്പോൾ പറയലുണ്ട്. അറബി കിതാബുകളിലൊന്നുമില്ല, പേർഷ്യൻ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ആ താരീഖ് എന്ന് മുൻഗാമികൾ പറയാറുണ്ട്. മുഹ്യിദ്ദീൻ ശൈഖിന്റെ വാപ്പാന്റെ അബൂ സ്വാലിഹിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു മനുഷ്യൻ പുഴയിലേക്ക് കുളിക്കാൻ വേണ്ടി പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു. പുഴയിലൂടെ ഒരു അത്തിപ്പഴം ഒഴുകി വരുന്നത് കണ്ടു. കഥകൾ കേട്ടതായിരിക്കും. ആ അത്തിപ്പഴം എടുത്ത് കഴിച്ചു. കഴിച്ചതിന്റെ ശേഷം ആലോചിച്ച്, പടച്ചോനെ ആരതായിരിക്കും അത്തിപ്പഴം, അയാൾക്ക് ഇഷ്ടമുണ്ടോന്നാവോ? മസ്അല അനുസരിച്ച് പുഴയിലൂടെ ഒരു അത്തിപ്പഴം ഒഴുകി വന്നാൽ അതെടുത്ത് കഴിക്കാം എന്ന് തന്നെയാണ്. ഒരു കടലമണി കിടക്കുന്ന കണ്ടാൽ അതിന്റെ മുതലാളിനെ അന്വേഷിച്ച് പോകുന്നു വേണ്ട, എടുത്തു തിന്നാം എന്ന് തന്നെയാണ് മസ്അല. ഉടമസ്ഥൻ സാധാരണഗതിയിൽ അതിനെ തൊട്ട് പിന്തിരിഞ്ഞു കളയാറുള്ള വസ്തുവാണെങ്കിൽ അത് കിട്ടിയവന് ഉടമപ്പെടുത്താവുന്നതാണ്. ഉടമസ്ഥൻ പിന്തിരിഞ്ഞ് കളയാത്തതാണെങ്കിൽ അന്വേഷിക്കാൻ സാധ്യതയുള്ള അത്രയും സമയം പരസ്യം ചെയ്യേണ്ടതാണ്. സ്വർണ്ണക്കാവുമ്പോൾ അതിനനുസരിച്ച് വേണ്ടി വരും, 10 രൂപ ആവുമ്പോൾ അതിനനുസരിച്ച് മതിയാവും. അങ്ങനെയാണ്. അപ്പോൾ ഒരു പുഴയിൽ കൂടെ അത്തിപ്പഴം ഒഴുകി വന്നാൽ എടുത്ത് തിന്നാൻ തന്നെയാണ് മസ്സല. എന്നാലും ആരുടെ ഇക്കാരം റബ്ബേ. അങ്ങനെ പുഴക്കരയിലൂടെ അത്തി മുതലാളിയെ തെരഞ്ഞുപോയി. കുറെ ദൂരം ചെന്നപ്പോ അബ്ദുല്ലാഹി സൗമായി എന്ന പേരായ സയ്യിദായ ഒരു മനുഷ്യന്റെ തോട്ടത്തിൽ നിന്ന് അത്തിമരം പുഴയിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നു. കഴിച്ചതുപോലെയുള്ള അത്തിപ്പഴം ആ മരത്തിൽ നിൽക്കുന്നുണ്ട്.
ഈ മുതലാളിയുടെ അത്തിപ്പഴം തന്നെയായിരിക്കും ഞാൻ കഴിച്ചതെന്ന് മനസ്സിലാക്കി. അത്തി മുതലാളിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ അത്തിമരത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ ഒരത്തിപ്പഴം ഞാൻ കഴിച്ചു പോയി, നിങ്ങൾ അതെനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ? അബ്ദുല്ലാഹി സൗമായി എന്ന സയ്യിദായ തോട്ടമുടമ പറഞ്ഞു, ഞാൻ പൊരുത്തപ്പെട്ടു തരൂലാന്ന്. എന്നാ പൊരുത്തപ്പെട്ട് കിട്ടാൻ ഞാൻ എന്താ വേണ്ടത്? എന്റെ തോട്ടത്തിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്യണം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. കാലാവധി പൂർത്തിയായി, ഞാൻ പോട്ടെ എന്ന് ചോദിച്ചു. പൊരുത്തപ്പെടൂലെന്ന് പറഞ്ഞു. ഇഞ്ഞെന്താ വേണ്ടതെന്ന് ചോദിച്ചു. കയ്യും കാലുമില്ലാത്തൊരു മകൾ എനിക്കുണ്ട്, അവളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പെണ്ണെട്ടി. ഫാത്തിമ എന്നായിരുന്നു പേര്. അതിലുണ്ടായ കുട്ടിയാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക, നമ്മളൊരു പുഴയിൽ ഇങ്ങനെ കുളിക്കുകയാണെന്ന് കരുതിക്കോളി. അപ്പോൾ ഒരു അത്തിപ്പഴത്തിന് പകരം ഒരു ആനമുടുകം ഇങ്ങനെ ഒഴുകി വന്നു എന്ന് വിചാരിച്ചോളി. എന്നിട്ട് നമ്മളതെടുത്ത് തിന്നു. രസം വലുതായിക്കോട്ടെ വെച്ചിട്ടാണ് പറഞ്ഞത്. ആനമുടുക അതെടുത്ത് കണ്ട് തിന്നു. തിന്നതിൻ്റെ ശേഷം ആരുടെക്കാരെ റബ്ബേത് എന്ന് ആലോചിച്ചു എന്ന് വിചാരിച്ചോളി. അങ്ങനെ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ ആന മുതലാളിനെ തെരഞ്ഞു പോയിട്ട് അയാളോട് പറഞ്ഞു, നമ്മളോട് പൊരുത്തപ്പെട്ട് തരണമെങ്കിൽ 2 കൊല്ലം ഇൻ്റെ ആനൻ്റെ ഒപ്പം നടക്കണമെന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളി. എന്തേക്കാനും മറുപടി. പിന്നെ അതിന് ഈ വലുപ്പത്തിൽ വേറൊരു സാലിമിനെ നോക്കിക്കോളി, ഞാൻ പോവുകയാണ് പറഞ്ഞ് പോരൂലേ? അതെന്നെ മുയ്യദ്ദീൻ്റെ മറ്റേ കുട്ടി നമുക്ക് ഉണ്ടാകാത്തതിൻ്റെ കാരണം. തിന്നാൻ കൊടുക്കണത് നേരായില്ലെങ്കിൽ സംഗതി പ്രശ്നമാവും. കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്, നമ്മൾ എന്തിനാ കുടുംബജീവിതം? മക്കളുണ്ടാവാനാണ്. എന്തിനാ കുടുംബജീവിതം? മക്കളുണ്ടാവാനാണല്ലോ. അത് നേരാവണ്ടേ, എന്നാലല്ലേ ബാക്കിയൊക്കെ ക്ലിയർ ആവുള്ളൂ. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ ഏറ്റവും വിജയമുണ്ടായ ഒരാളാണ് ഗൗസുൽ ആദം. തഴവസ്താദിന്റെ അൽ മവാഹിബുൽ ജലിയയിൽ ഒരു കല്യാണത്തിന്റെ കഥ പറയുന്നുണ്ട്, ഒരു താരീഖ്. നൂഹ് ബിൻ മറിയം എന്ന പേരായ ഒരു പൈസക്കാരുണ്ടായിരുന്നു, വലിയൊരു മുതലാളി. നൂഹ് ബിൻ മറിയം, മറിയമിന്റെ മകൻ നൂഹ് എന്ന പേരായിട്ട് പഴയ കാലത്ത് വലിയൊരു സമ്പന്നനായ മനുഷ്യൻ ജീവിച്ചിരുന്നു. അയാൾക്ക് ഒരുപാട് തോട്ടങ്ങളുണ്ട്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം തൻ്റെ ഒരു തോട്ടം കാണാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പൊ അവിടെ പാറാവുകാരനായ ഒരു അടിമയുണ്ടായിരുന്നു. മുബാറക് എന്നാണ് അടിമയുടെ പേര്. അങ്ങനെ നൂഹ് ബിൻ മറിയം, നൂഹ് മുതലാളി ഇങ്ങനെ ചെന്ന് തോട്ടത്തേക്ക് ഇറങ്ങി, തോട്ടം ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ട് ക്ഷീണിച്ച് വന്നിട്ട് ഒരു കസാലയിൽ ഇരുന്നിട്ട് മുബാറക്കിനെ വിളിച്ചിട്ട് പറഞ്ഞു, മുബാറക്കെ, എനിക്ക് തിന്നാൻ നല്ല മധുരമുള്ള ഒരു പഴം കൊണ്ടുവരിക. അതിൽ മുബാറക്ക് ഇങ്ങനെ പോയിട്ട് ഒരു പഴം കൊടുന്നെടുത്തു, കത്തിയും കൊടുത്തു. ചെത്തിയിട്ട് തിന്നു നോക്കുമ്പോൾ അലാക്കിന്റെ പുളി. എടാ മുബാറക്കെ, എനിക്ക് തിന്നാൻ എന്നോട് ഞാനൊരു പഴം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഈ പുളിയുള്ളതാ കൊടുന്നത്, വേറൊന്നും കൊണ്ടുവരുമായിരുന്നു. അതിൽ മൂപ്പരിങ്ങനെയാണ് പോയിട്ട് വേറൊരു പഴം കൊടുന്നെടുത്തു. തിന്നു നോക്കുമ്പോൾ അതിലേറെ വലിയ പുളി. വേറെ 3ാമത്തെ കൊണ്ടുവരാൻ പറഞ്ഞു. 3ാമത്തും അങ്ങനെ തന്നെ ആയപ്പോൾ ചോദിച്ചു, എത്ര കാലമായി ഇപ്പം ഈ തോട്ടത്തിൽ നിൽക്കൽ തുടങ്ങിയിട്ട്? എത്ര കാലമായി ഈ തോട്ടത്തിൽ നിൽക്കൽ തുടങ്ങിയിട്ട്? ഇതുവരെയും ഈ തോട്ടത്തിൽ മധുരമുള്ള പഴയതാണ്, പുളിയുള്ള പഴയതാന്ന് എനിക്കറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ മുബാറക്ക് പറഞ്ഞു, മുതലാളി, ഈ തോട്ടത്തിലെ പഴങ്ങളുടെ രുചി നോക്കാനല്ല നിങ്ങൾ എന്നെ ഏൽപ്പിച്ചത്, ഇതിന് കാവൽ നിൽക്കാനാണ്. പടച്ചോനാണ് നേര്. ഈ തോട്ടത്തിൽ മധുരമുള്ളതേതാണ് പുളിയുള്ളതേതാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ തോട്ടത്തിൽ നിന്ന് ഒരു പഴവും ഇന്ന് വരെ കഴിച്ചിട്ടില്ല. നൂഹ് മുതലാളി പറഞ്ഞു മുബാറക്കിനോട്, വേഗം തുണിങ്കുപ്പായം മാറ്റൊരാവശ്യമുണ്ട് പറഞ്ഞു. മാറ്റൂട് പറഞ്ഞു. അങ്ങനെ തുണിങ്കുപ്പായം മാറ്റി പെരേക്കൊണ്ടായി. വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറഞ്ഞു, സഹധർമ്മിണി, എനിക്കൊരു പുതിയ ആശയം തോന്നുന്നുണ്ട് പറഞ്ഞു. എന്താ നിങ്ങളെ ആശയം എന്ന് ചോദിച്ചു. ഞാൻ ഇന്ന് രാവിലെ നമ്മളെ തോട്ടത്തിൽ ചെന്ന് ഇങ്ങനെ കറങ്ങിയിട്ട് മുബാറക്കിനോടൊരു പഴം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായി. അതുകൊണ്ട് എനിക്കൊരാശയം തോന്നി പറഞ്ഞു. എന്ത് ചോദിച്ചു. നമ്മളെ മോൾക്ക് നമ്മൾ കുറെ കാലമായിട്ടൊരു പുതിയാപ്പളുടെ അന്വേഷണം നടക്കല്ലേ, മുബാറക്കിനെ കൊണ്ടാണ് കെട്ടിച്ചാലോ എന്ന് തോന്നുന്നുണ്ട് പറഞ്ഞു. ഭാര്യ പറഞ്ഞു, ഞാൻ മോളോടും ചോദിക്കട്ടെ പറഞ്ഞു. ഉടൻ തന്നെ മകളെ വിളിച്ചു തള്ള പറഞ്ഞത്. ഉടൻ തന്നെ മകളെ വിളിച്ചു തള്ള പറഞ്ഞത്,
ശ്രദ്ധിച്ചു കേട്ടു ജവാബിതാണുണ്ടായത്. മക്കൾക്ക് ഗുണമല്ലാത്തതൊന്നും തന്നെ മാതാപിതാക്കളിൽ നിന്ന് വരുമോ പൊന്നെ? അതിനാൽ നിങ്ങൾക്കിഷ്ടമായി തോന്നുന്നത് എനിക്കിഷ്ടമാണതിലാണ് തൃപ്തിയുമുള്ളത്. ഉടൻ തന്നെ താൻ തൻ്റെ അടിമയെ ഇത്ഖാക്കി ഒരു ചെറിയ സദ്യ നടത്തി മരുമകനാക്കി. ലോകത്ത് എമ്പാടും പ്രസിദ്ധം ഉള്ള ഇബ്നുൽ മുബാറക്കിനുമ്മയാണ് തള്ള. സൂഫി ലോകത്ത് പ്രസിദ്ധനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാന്റെയും വാപ്പാന്റെയും താരീഖാണ് പറഞ്ഞത്. അതുകൊണ്ട് കുടുംബജീവിതത്തിന്റെ വറക്കത്ത് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ സംഗതിയാണ്.